ആഭിമുഖ്യത്തിൽ കട്ടിലുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്നും 5.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 146 ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത്. ആദ്യഘട്ടം 75 പേർക്കാണ് കട്ടിലുകൾ നൽകിയത്. ബാക്കി ശേഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മറ്റൊരു ദിവസമായിരിക്കും കട്ടിലുകൾ നൽകുക. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജി മുകുന്ദൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ ബിന്ദുമോൾ നന്ദി പറഞ്ഞു. അതിലൊരു പദ്ധതിയാണ്, കഴിഞ്ഞ വർഷത്തെ ഒരു പദ്ധതിയാണ്, ഈ വർഷത്തെ ഒരു പദ്ധതിയാണ് വൃദ്ധർക്ക് കട്ടിലെന്ന പദ്ധതി. എല്ലാ വർഷം ചെയ്തു വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏതാണ്ട് 140-ലധികം അപേക്ഷകൾ, 140-ലധികം അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി. അതിനകത്ത് ഇപ്പോൾ 75 പേർക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളത് തൊട്ടടുത്ത ദിവസം തന്നെ നൽകും. എന്തായാലും നമുക്ക് നമ്മുടെ നഗരസഭ ഈ കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടാവാതിരുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അതിനോടൊപ്പം തന്നെ വയോജന ഉത്സവം സംഘടിപ്പിച്ചു അവരുടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ കൂടി നടപ്പിലാക്കാൻ കഴിഞ്ഞൊരു ഘട്ടം കൂടിയാണ് ഈ ഘട്ടം. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.